അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന 24-ന്റെ ക്യാമറ കണ്ണിൽ. വെറ്റിലപ്പാറ 14-ൽ 3 കാട്ടാനകൾക്കൊപ്പമാണ് പരിക്കേറ്റ ആനയുള്ളത്. ആനക്കൂട്ടത്തിനൊപ്പം കൊമ്പൻ നിലയുറപ്പിച്ചതിനാൽ അതീവ ജാഗ്രതയോടെയാണ് മൈക്ക് വെടിവെക്കാനുള്ള ദൗത്യം തുടങ്ങുക. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. ഇപ്പോൾ സൂരജ്, ഈ മൈക്ക് വെടി ദൗത്യം ഇന്നുണ്ടോ സൂരജ്? ഉന്മേഷ്, ആന ഇപ്പോൾ ഈ പുഴ മുറിച്ച് കിടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് വീണ്ടും. അതായത് തുരുത്തിലേക്ക് വലിഞ്ഞതായിരുന്നു ആന. പക്ഷേ ആന വീണ്ടും ഇപ്പോൾ ഈ ചാലക്കുടി പുഴ മുറിച്ച് കിടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. വനം വകുപ്പ് RRT സംഘമടക്കം ഈ ആന പ്ലാന്റേഷനിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടി തടയുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യം അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് കരുതുന്നത്. ആന ഇപ്പോൾ വീണ്ടും ഈ വെറ്റിലപ്പാറ 14-ന് സമീപത്തുള്ള തുരുത്തിൽ നിന്ന് ഈ ചാലക്കുടി പുഴ മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. RRT സംഘം ഇടപെട്ട് ആനയെ തുരത്തുകയും ചെയ്തിട്ടുണ്ട്. സൂരജ് ആ ദൃശ്യങ്ങൾ കാണാം. സൂരജ് സേഫായ ഒരു സ്ഥലത്തെത്തും, അതിനുശേഷം സംസാരിച്ചാൽ മതി. ഇപ്പോൾ ആന ചാലക്കുടി പുഴ മുറിച്ച് കടക്കാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ തുരുത്തിലേക്ക് പോയിരുന്നു, അവിടെ നിന്ന് വീണ്ടും ആന ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി എന്നാണ് സൂരജ് അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 24-ന്റെ ക്യാമറ കണ്ണിലാണ് ആദ്യം ഈ ആന എത്തിയത്. ദൗത്യസംഘം ഇന്നലെ ആനയ്ക്കായി വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ഡ്രോൺ പരിശോധന അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയതാണ്. പക്ഷെ അപ്പോഴൊന്നും ഈ ആനയെ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ആനക്കൂട്ടത്തിനൊപ്പം ആന ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിന് കഴിയാതെ പോയത് എന്ന് കരുതുന്നു. ഇന്ന് രാവിലെ 24-ന്റെ ക്യാമറ കണ്ണിലേക്ക് ആന എത്തുകയായിരുന്നു. മറ്റാനകളും ഈ കൊമ്പനൊപ്പം ഉണ്ട്. ഇപ്പോൾ ആ തുരുത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആന ചാലക്കുടി പുഴ മുറിച്ച് കടക്കുകയാണ്. ആ വനംവകുപ്പ് സംഘം അവരവിടെ ഉണ്ട്. ആ ആനയെ മൈക്ക് വെടി വെച്ച് അതിനുശേഷം ചികിത്സ നൽകാനുള്ള ദൗത്യമായിരുന്നു വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അതിനായുള്ള ശ്രമം നടന്നതാണ്. പക്ഷേ ആ മൈക്ക് വെടി വെച്ചെങ്കിലും അത് ആനയ്ക്ക് കൊണ്ടില്ല. അവിടെ നിന്ന് ആന കാട്ടിലേക്ക് കടക്കുകയായിരുന്നു. സൂരജ് പറഞ്ഞോളൂ. സൂരജ്, ഉന്മേഷ്, ഏറ്റവും പുതിയ വിവരം വരുന്നത് ആന ഈ ദൗത്യത്തിന് അനുയോജ്യമായ പ്രദേശത്തേക്ക് ആന നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് പങ്കുവെക്കാനുള്ളത്. ആനതാ അവിടെ, അതായത് ഈ തുരുത്തിനപ്പുറത്തേക്ക് ആന കയറിയിരിക്കുന്നു. തുരുത്തിനപ്പുറത്ത് ഒരു കാറുണ്ട്. ആ വാഹനത്തിനോട് ചേർന്ന് ആന നിലയുറപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. അതായത് ഈ പരുക്കേറ്റ ആന നിലവിൽ ഈ പ്ലാന്റേഷനോട് ചേർന്ന ഒരു മേഖലയിലേക്ക് കയറുകയാണ്. അതായത് ദൗത്യസംഘം ആദ്യം മുതൽ പറഞ്ഞിരുന്നത് ഈ തുരുത്തിൽ ആന നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ദൗത്യം നടക്കില്ല എന്നുള്ളതായിരുന്നു ദൗത്യസംഘം ചൂണ്ടിക്കാണിച്ചിരുന്നത്. കാരണം ഇത് ചാലക്കുടി പുഴയുടെ നടുക്കാണ് തുരുത്ത്. സ്വാഭാവികമായി ആന നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ഈ മയക്കുവെടി വെക്കുന്ന സാഹചര്യത്തിൽ ആന ഈ തുരുത്തിൽ നിന്ന് ഇറങ്ങി ഈ വെള്ളത്തിലേക്ക് അടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ആനയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. സൂരജ് സജിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആന ഈ ദൗത്യത്തിന് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. തുരുത്തിൽ നിന്ന് പുറത്തിറങ്ങി അതിനുശേഷം ചാലക്കുടി പുഴയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ആന ദൗത്യത്തിന് അനുയോജ്യമായ ഒരു മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വനംവകുപ്പിൻ്റെ നീക്കം എപ്പോഴുണ്ടാകുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. മൈക്ക് വെടി വെച്ച് ആനയെ പിടിച്ചതിന് ശേഷം ചികിത്സ നൽകാനാണ് ദൗത്യസംഘം ഒരുങ്ങുന്നത്.